ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിച്ചിട്ടുണ്ടോ? നമ്മളിന്നൊരു റബ്ബർ ബാൻഡ് കണ്ടിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് കാർഡ്ബോർഡിൻ്റെ പീസിനോട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് ബുള്ളറ്റ് പോകും കണ്ടോ. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ നേരെ വീട്ടിലേക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീട്ടിലേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടാക്കാനായിട്ട് കാർഡ്ബോർഡിൽ നമ്മൾ തോക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുക. അതുകൊണ്ട് നമുക്കത് മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുക്കുക. ഒരെണ്ണം ഒരു 3 വേണം കേട്ടോ. അതിനകത്ത് ഒരെണ്ണം എടുക്കുക. അതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ ഇത്ര ഭാഗം ഈ നടുഭാഗം ഒഴിവാക്കിക്കളാം. ഇതിങ്ങനെ 2 പീസ് ചെയ്തിട്ടാണ്. എന്നിട്ട് നേരത്തെ ഏതായാലും ഒരു പീസ് എടുത്തിട്ട് അതുമ്പോൾ നമ്മൾ മുറിച്ചില്ലേ, അതിങ്ങനെ അങ്ങനെ വയ്ക്കുക. ആ നടുക്കുന്ന സ്ഥലത്ത് അത്രയൊന്നും വേണ്ട, ബാക്കി 2 സ്ഥലം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒട്ടിക്കുക. അതിൻ്റെ മറ്റേ ഭാഗം കൂടി എടുത്ത് ഒട്ടിച്ചെടുക്കുക. മൊത്തം ഇതിങ്ങനെ മൊത്തം ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നമ്മൾ ആ മുറിച്ചളഞ്ഞ് ആ ഭാഗത്ത് ഇവിടെ ഹോൾ ഇട്ടേക്കുക. ഒരു ഹോള്, ആ ഹോളിന്മേ ഒരു ഐസ് പെൻസിക്ക് ചെരിച്ച് കട്ട് ചെയ്തത് നേരെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പീക്ക് എന്തെങ്കിലും വെച്ച് നമ്മളതുമ്മേ ഇങ്ങനെ കൊളുത്തിക്കുക. എന്ന് വെച്ചാൽ അതുമ്മേ കുത്തിക്കുക. അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സ്വിച്ചില്ല, അതായിട്ട് ഉദ്ദേശിക്കണേ. ഒരു റബ്ബർ ബാൻഡ് കൂടെ ഇട്ടേക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ കൊളുത്തി വിളിക്കുക. എന്നിട്ട് ഇത് പിടിച്ച് ഞെക്കാം. ഇത്രയുള്ള സംഭവം. ഇതാണ് ചെരിച്ച് കട്ട് ചെയ്യാൻ പറഞ്ഞത്. അത് നമ്മുടെ തോക്കിൻ്റെ പരിപാടി ഇത്ര ഉള്ളൂ കേട്ടോ. റബ്ബർ ബാൻഡ് ഇടാം, എന്നിട്ട് ഇങ്ങനെ കൊളുത്തിടാം, ഇത് പിടിച്ച് ഞെക്കാം. അതാകുമ്പോൾ കൊള്ളു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൂട്ടാ. ഇത് കുറച്ച് കട്ടിയുള്ള റബ്ബർ ബാൻഡില്ല, അതാണ് ഇട്ടത്. ഇങ്ങനെ കട്ടില്ലാത്തിട്ട് ഇങ്ങനെ ആയി പോവും, അത് പോവില്ല, അതാണ് പ്രശ്നം. കട്ടിയുള്ളിട്ട് കുഴപ്പമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം.